आपको प्रश्न पूछना है तो यह पूछिए कि इस ऑपरेशन में क्या हमारे जाबाज सैनिकों को कोई क्षति हुई है, तो उसका उत्तर है नहीं. ഇത്ര വലിയൊരു കള്ളം നമ്മളോട് പറയേണ്ട കാര്യം എന്തായിരുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പുള്ളി ഇപ്പോൾ പറഞ്ഞത് പച്ചക്കളവായിരുന്നു, ഒരു വലിയ കള്ളം. ആ കള്ളം പൊളിയാൻ ഒരു വർഷം എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കേട്ടത് രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള പാർലമെൻറ്റ് സെഷനിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, നമ്മുടെ സൈനികർക്ക് ഏത് രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ, ഇന്ത്യയുടെ ഫ്ലൈറ്റുകൾ അന്ന് പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ടോ, നമ്മുടെ ഏതെങ്കിലും ജവാന്മാർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. പ്രതിപക്ഷത്തിൻ്റെ സൈഡിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം അതായിരുന്നു. അതിന് ഇത്ര കോൺഫിഡൻസോടു കൂടി കള്ളം പറയാം എന്നുള്ളത് തെളിയിക്കാൻ ഇപ്പോൾ ഒരു വർഷം എടുക്കേണ്ടി വന്നു. പുള്ളി പറഞ്ഞത് നഹി, ഇല്ല, നിങ്ങളോട് ഞാൻ സ്പഷ്ടമായിട്ട് പറയാണ്, നമുക്കൊരു രീതിയിലുള്ള സൈനികരുടെ ലോസോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ലോസോ നമുക്ക് സംഭവിച്ചിട്ടില്ല. നമ്മൾ കേട്ടിരുന്നു അന്നില്ലേ പാകിസ്ഥാൻ തിരിച്ച് ഗ്രനേഡ് ആക്രമണം നടത്തിയിരുന്നു എന്നുള്ളതും, നമ്മുടെ ചില അതിർത്തി പ്രദേശത്തുള്ള ചില വീടുകളിലോട്ട് അവർ ഗ്രനേഡ് ആക്രമണം നടത്തി അവിടുന്ന് ചില ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു. അതല്ലാണ്ട് നമ്മുടെ ഒരു സൈനികൻ പോലും മരണപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തതയോടുകൂടി പറയുന്ന രാജ്നാഥ് സിംഗിൻ്റെ അന്നത്തെ പാർലമെൻറ്റ് സെഷനിലെ പ്രസംഗം അല്ലെങ്കിൽ എന്താ പറയുക വ്യക്തതയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇന്നലെ ഇപ്പം എനിക്ക് തോന്നുന്നു മെയിലായിരുന്നു കഴിഞ്ഞ വർഷം മെയിലായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിരുന്നത്. 2025 മെയ് 7-ാം തീയതി ആയിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിരുന്നത്. അതിനുശേഷം ഇപ്പം ഇന്ന്, അതായത് ഒരു വർഷം കഴിഞ്ഞ് 13 മാസങ്ങൾക്ക് ശേഷമാണ് അതെ നമുക്ക് 6 നമ്മുടെ ജവാന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, വീരമൃത്യു 6 പേര് വരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒളിച്ചു കടത്തൽ എന്തായിരുന്നു അത്യാവശ്യം? നമ്മുടെ ഒരു ജവാൻ നമുക്ക് യുദ്ധം ചെയ്ത് മരണം വരിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് അറിയിക്കലേ വേണ്ടത്, രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ടത് ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ടാണ് അയാൾ മരണപ്പെട്ടത്, അയാളുടെ കുടുംബത്തിന് സമാധാനം കിട്ടട്ടെ അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടുകൾക്ക് സമാധാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ 140 കോടി ജനങ്ങളുടെയും ഒരു എന്താ പറയുക അവകാശമല്ലേ? അത് എന്തിനത് നിഷേധിച്ചു? ഈ ആൾക്കും അല്ലെങ്കിൽ ഇയാളുടെ കുടുംബത്തിനും വേണ്ടി കിട്ടേണ്ട പല പ്രാർത്ഥനകളും അല്ലെങ്കിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യം എന്തിനായിരുന്നു നമ്മുടെ ഡിഫൻസ് മന്ത്രാലയം മറച്ചു വെച്ചത് എന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവൻ രാജ്യദ്രോഹിയായി പോകും. ഇത് ചെയ്തവൻ ഒരിക്കലും രാജ്യദ്രോഹിയാവില്ല, അവരെപ്പോഴും രാജ്യസ്നേഹിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ രാമരാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ആളുകൾ മാത്രമായിരിക്കും അല്ലേ? ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ അന്ന് നമ്മുടെ സംഘപരിവാർ അല്ലെങ്കിൽ നമ്മുടെ ഗോദി മീഡിയകളിൽ എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ പല സ്ഥലങ്ങളിലും മറ്റേ ഫ്ലക്സ് ബോർഡുകൾ വരെ വെച്ചിട്ട് നമ്മുടെ ജിയുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക ഫാൻസി ഡ്രസ്സ് നമ്മൾ കണ്ടിരുന്നു അല്ലേ? സത്യത്തിൽ ചില സംഖ്യകൾ വിചാരിക്കുന്നത് പോലും ജി ഇതുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് അന്ന് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമാവും പോയി എന്ന് പോലും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ആഘോഷിച്ചു, ജിയുടെ ഡ്രസ്സും ജിയുടെ ഫാൻസി ഡ്രസ്സും ജിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും അന്ന് നമ്മൾ ആഘോഷിച്ചു. അന്ന് ചോദ്യം ചെയ്ത ആളുകളൊക്കെ അന്ന് രാജ്യദ്രോഹികളായി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അന്ന് രാജ്യദ്രോഹികളായി. അന്ന് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചവർ അന്ന് രാജ്യദ്രോഹികളായി. അന്ന് ഇന്ത്യയുടെ ഏതെങ്കിലും സൈനികം മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചവർ അന്ന് രാജ്യദ്രോഹികളായി. അതെല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഇപ്പം വന്നിട്ട് പറയാണ് നമുക്ക് 6 വീര ജവാന്മാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പേരുകൾ നമ്മുടെ സ്മാരക മന്ദിരത്തിൻ്റെ കല്ലിൻ്റെ മുകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഒരു വർഷം 13 മാസം എടുത്തു അവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ. നമ്മൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിൻ്റെ സമയത്ത് ഇറാൻ എന്താ പറയുക കൊലപ്പെടുത്തിയിട്ടുള്ള അമേരിക്കൻ സേന അല്ലെങ്കിൽ അമേരിക്കയുടെ പട്ടാളക്കാരെ അവിടെ തിരിച്ച് US കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? നേരിട്ട്, അതായത് ഇവിടെ നിന്ന് അവിടെ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ അവരുടെ രാജ്യം അവർക്ക് കൊടുക്കുന്ന എന്താ പറയുക അവർക്ക് കൊടുക്കുന്ന ഒരു ആദരവും കാര്യങ്ങളൊക്കെ പല വീഡിയോയിൽ നിങ്ങൾ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടുത്തെ ഗവൺമെൻറ് പലതും മറച്ചു വെക്കുന്നുണ്ട്. കാരണം ഇറാൻ്റെ മുമ്പിൽ തോൽവി സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല സൈനികരുടെയും ജീവൻ്റെ വില കാണിക്കാണ്ട് അല്ലെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അമേരിക്കൻ സർക്കാർ കടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അതേ അവസ്ഥ നമ്മളും പറയണ്ടേ? നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഏറ്റുമുട്ടിയിട്ടുണ്ട്, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ സർക്കാർ മടിച്ചു. അല്ലെങ്കിൽ അന്നത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ആളുകൾ എങ്ങനെ സംഭവിച്ചു, നമുക്ക് ഈ ഒരു അവസ്ഥ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം ചിലപ്പം വരുമായിരിക്കും എന്നുള്ള പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നു. ഒരു വർഷം കഴിഞ്ഞു, അതിൻ്റെ ആ ഒരു എന്താ പറയുക ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ സമയത്ത് അത് റിലീസ് ചെയ്യേണ്ടി വന്നൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആ രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെ ആ ഒരു സ്പഷ്ടത എത്ര വ്യക്തമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോൾ നമ്മൾ ഇന്നലെയാണ് നമ്മളത് അറിയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് 6 ജവാന്മാർ വീര്യമൃത്യു വരിച്ചിട്ടുള്ള 6 പേരുടെ പേരുകൾ. ഒന്ന് സുബേദർ മേജർ പവൻ കുമാർ, രണ്ടാമത്തെ ആൾ റൈഫിൾമാൻ ആയിരുന്നു സുനിൽ കുമാറാണ്, വീരചക്രയുണ്ട്. ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ലാൻഡ് നായിക് ദിനേശ് കുമാറാണ്, 5 ഫീൽഡ് റെജിമെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഇതുള്ളത്. അതുപോലെ തന്നെ അഗ്നിവീർ മുരളി നായിക് 851 ലൈറ്റ് റെജിമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ആളാണ്. പിന്നെ ഹവീൽദാർ സുനിൽ കുമാർ സിംഗ്
237 ഫീൽഡ് വർക്ക്ഷോപ്പ് കമ്പനിയുടെ അണ്ടറിൽ വരുന്നു. അതുപോലെ തന്നെ സർജൻ കുമാർ സുരേന്ദ്ര കുമാർ വായുസേന മെഡൽ 39 വിങ്. ഇങ്ങനെ 6 പേരാണ് അന്ന് വീര്യമൃത്യു വരിച്ചിട്ടുള്ളത്. ഇവരുടെ കുടുംബങ്ങൾക്ക് നമ്മൾ സാധാരണ ഒരു വീര്യമൃത്യു വരിച്ചു കഴിഞ്ഞാൽ അത്തരം പട്ടാളക്കാരുടെ വീടുകളിലോട്ട് അവരുടെ മൃതശരീരം വരുന്ന സമയത്ത് നമ്മുടെ രാജ്യം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് കൊടുക്കുന്ന ആദരവ് എത്രത്തോളമാണ്, അവിടുത്തെ ആളുകൾ എത്രത്തോളം അത് അറിയപ്പെടുന്നത്. നമ്മുടെ നാഷണൽ മീഡിയാസും നമ്മുടെ ലോക്കൽ മീഡിയാസും അത് കാണിച്ചു, ഇതാണ് അവരുടെ ഫാമിലി, ഇതാണ് അവരുടെ കുടുംബം. നമ്മളെല്ലാവരും കാണാറുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളത് കാണാറുണ്ട്. പക്ഷേ ഇവരുടെ പേരുകൾ എന്തിനായിരുന്നു അന്ന് രാജ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടത്? അതിന് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അത് നമ്മളിത് കാണുമ്പം സംഘികൾ രാജ്യദ്രോഹികളാക്കിയിട്ട് കാര്യമില്ല. സംഘികളെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു. നിങ്ങളൊക്കെ എന്താ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ മോദി മറ്റേ ഈ ഹെൽമെറ്റും പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. അവിടെ പൊരുതിയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ വിമാനങ്ങൾക്ക് തകർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. അത് ചോദ്യം ചെയ്തതിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മുടെ അന്നത്തെ കരസേനാ നേതാവ് പോലും ഒരു സിംഗപ്പൂരിലെ പ്രോഗ്രാമിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ചോദ്യം വന്നിരുന്നു. ഈ ചോദ്യം വന്ന സമയത്ത് അയാളുടെ മറുപടി എന്തായിരുന്നു? അതെ, ഞങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു. അതും അന്ന് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചകളും ഒരു ഗോതി മീഡിയകളിലും മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. Since the incident between Pakistan and India, and that is whether or not Pakistan downed an Indian jet, or in fact more than that, can you confirm? What is important is that not the jet being down, but why they were being down. But a jet, Why? Why they were. So the good part is that we are able to understand the tactical mistake which we made, remedy it, rectify it, and then implement it again after 2 days, and flew all our jets, again targeting at long range, which I said. ഇത് പാർലമെന്റിൽ സംസാരിക്കാൻ ശ്രമിക്കും തോറും അതിനുള്ള അനുമതി നിഷേധിക്കപ്പെടുക ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും. അന്ന് കൈയടിച്ച ആളുകൾക്ക് ഇന്ന് കൈയടിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് നിങ്ങൾ പുതിയ ക്യാപ്സ്യൂൾ കൊണ്ടുപോവാ. ഇത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇന്ന കാരണത്തിനാണ്. എന്ത് കാരണത്തിന്? എന്തിനു മറച്ചു വെക്കണമായിരുന്നു? ട്രംപ് 100 വട്ടം പല സ്ഥലങ്ങളിൽ ആടിപ്പാടി നടന്നു. ഞാൻ കാരണമാണ് യുദ്ധം നിർത്തിയത്, ഞാൻ കാരണമാണ് ഇന്ത്യ പാകിസ്ഥാൻ അന്ന് വലിയൊരു യുദ്ധം പോകേണ്ട സമയത്ത് ഞാൻ കാരണമാണ് ആ യുദ്ധം സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അതിനെതിരെ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയാൻ മോദിയെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. 10 വട്ടം പറഞ്ഞു, 20 വട്ടം പറഞ്ഞു. അതിനുശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞു. പക്ഷേ മോദിയെ കൊണ്ട് ഇതുവരെ അത് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യങ്ങളും മോദി സംസാരിക്കാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷേ ഇതുവരെ മിണ്ടാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് പെഹൽഗാമിൽ ആക്രമിച്ച് പോയ ആളുകളെ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ബ്രീഫിംഗ് കൊടുക്കാൻ നമ്മുടെ MP-മാർ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകേണ്ടി വന്നു. പോയിട്ടോ നമുക്കൊരു പുല്ല് വില പോലും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ ഒരു അംബാസിഡർ പോലും വന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശശി തരൂരിൻ്റെ അണ്ടറിൽ പോയൊരു ഗ്രൂപ്പ് അങ്ങോട്ട് പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ പറഞ്ഞത് കേൾക്കാൻ പോലും അവിടെ ആളുകളുണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കി. നമ്മുടെ ഫോറിൻ ഡിപ്ലോമസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഇന്ത്യനെ പറ്റി. പോകുന്നതും മെഡൽ വാങ്ങുന്നതും അവിടുന്ന് ചോക്ലേറ്റ് കൊടുക്കുന്നതും സൈഡ് സീൻ കണ്ടിട്ട് കൈയടിച്ച് വരുന്നതുമല്ല ഡിപ്ലോമസി. അപ്പം ഈ ഒരു കാര്യത്തിൽ എന്ത് മറുപടിയാണ് സംഘികൾക്ക് പറയാനുള്ളത്? എന്ത് മറുപടിയാണ്? ഒരു വർഷം കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്മരണ ദിനം, അതായത് ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ആ ഒരു വാർഷികത്തിൻ്റെ ഒരു സമയത്തെങ്കിലും ഈ പേരുകൾ ശരിക്കും പുറത്തോട്ട് വരേണ്ടതല്ലായിരുന്നു, മിനിമം എങ്കിലും. അപ്പോൾ അറിയാം അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റ് പല പ്രശ്നങ്ങൾ, അയോധ്യയിലുള്ള രാമൻ്റെ സ്വർണം കട്ട വാർത്തകൾ പോകുന്നു, മധുരയിലെ സംഭാവന കട്ട വാർത്തകൾ പോകുന്നു, RSSും BJPയും സംഘപരിവാറും കൂടെ കൂടി കക്കുന്ന സകല വാർത്തകളും പുറത്തു വരുമ്പം ഈ സാധനം കൊണ്ടിട്ടത് തന്നെ ഇതിൻ്റെ മേലെ പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. മറ്റത് മറയ്ക്കണം, മറ്റത് മറന്നു പോകണം, തൽക്കാലം ഇതിൻ്റെ മേലെ എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് പിടിച്ച് നിൽക്കട്ടെ. അപ്പം അതിന് കണക്കാക്കിയിട്ട് ഇന്നലെ ആ വാർത്ത അങ്ങ് പുറത്തോട്ട് വിട്ടു. നമ്മുടെ രാജ്യത്തെ നമ്മുടെ ജനങ്ങളെ ഏത് രീതിയിലാണ് നമ്മുടെ സർക്കാർ പറ്റിക്കുന്നതെന്നുണ്ടല്ലോ. ചോറ് തിന്നവന് മനസ്സിലാവും, അത് ചാണകം തിന്നവനൊരു ചത്താലൊന്നും മനസ്സിലാവില്ല. അവൻ ചാണകം പുഴു അരിച്ച് ചത്തു പോവുകയുള്ളൂ ഈ സംഘിക്കൂട്ടങ്ങളെന്ന് പറഞ്ഞു. കഷ്ടം.